ഹായ് ഓൾ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 2024 സാഹിത്യ പുരസ്കാരങ്ങളാണ്. ആദ്യത്തേത് ഹരിവരാസനം പുരസ്കാരം. ഹരിവരാസനം പുരസ്കാരം കേരള ഗവൺമെൻറ്റും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംയുക്തമായി നൽകി വരുന്ന പുരസ്കാരമാണ്. പ്രൈസ് മണി എന്ന് പറയുന്നത് 1,00,000 രൂപയാണ്. ഹരിവരാസനം പുരസ്കാരത്തിൻ്റെ സമ്മാന തുക 1,00,000 രൂപയാണ്. 2012 മുതലാണ് ഹരിവരാസനം പുരസ്കാരം നൽകി തുടങ്ങിയത്. ആദ്യമായിട്ട് ഹരിവരാസനം പുരസ്കാരം ലഭിക്കുന്നത് KJ യേശുദാസിനാണ്. ഇനി 2021 വീരമണി രാജുവിനും 2022 ആലപ്പി രംഗനാഥിനും 2023 ശ്രീകുമാരൻ തമ്പിക്കും 2024 PK വീരമണിദാസനുമാണ് ലഭിച്ചത്. അപ്പം ഇമ്പോർട്ടൻ്റ് 2022, 23, 24 ഓർത്ത് വയ്ക്കുക. 22 ആലപ്പി രംഗനാഥിനും 2023 ശ്രീകുമാരൻ തമ്പിക്കും 2024 PK വീരമണിദാസനും ഹരിവരാസനം പുരസ്കാരം ലഭിച്ചു. വ്യാസസമ്മാൻ ഹിന്ദിയിലെ മികച്ച കൃതികൾക്കാണ് വ്യാസസമ്മാൻ പുരസ്കാരം ലഭിക്കുന്നത്. 4,00,000 രൂപയാണ് വ്യാസസമ്മാനിൻ്റെ സമ്മാന തുക എന്ന് പറയുന്നത്. KK ബിർള ഫൗണ്ടേഷനാണ് വ്യാസസമ്മാൻ നൽകി വരുന്നത്. ആദ്യമായി വ്യാസസമ്മാൻ ലഭിക്കുന്നത് രാം വിലാസ് ശർമ്മയ്ക്കാണ് 1991. ഭാരത് കെ പ്രാചീൻ ഭാഷാ പരിവാർ എന്ന് പറയുന്ന കൃതിക്കാണ് രാം വിലാസ് ശർമ്മയ്ക്ക് വ്യാസസമ്മാൻ ലഭിച്ചത്. ഇനി 2023, 24 ഓർത്തു വയ്ക്കുക. 2023 32ാമത് വ്യാസസമ്മാൻ ഗ്യാൻ ചതുർവേദിക്ക് പാഗൽ ഖാന എന്ന് പറയുന്ന കൃതിക്കും 2024 വ്യാസസമ്മാൻ പുഷ്പ ഭാരതിക്ക് യാദ് എന്ന് പറയുന്ന കൃതിക്കും ലഭിച്ചു. ഇപ്പം 2023 ഗ്യാൻ ചതുർവേദിക്ക് പാഗൽ ഖാന എന്ന് പറയുന്ന കൃതിക്കും 2024 33ാമത് വ്യാസസമ്മാൻ ആർക്ക് ലഭിച്ചു? പുഷ്പ ഭാരതിക്ക് യാദ് എന്ന് പറയുന്ന കൃതിക്കും ലഭിച്ചു. അടുത്തത് എഴുത്തച്ഛൻ പുരസ്കാരം. എഴുത്തച്ഛൻ പുരസ്കാരം കേരള സാഹിത്യ അക്കാദമി നിലവിൽ നൽകി വരുന്ന ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരമാണ് ഇത്. എഴുത്തച്ഛൻ പുരസ്കാരം 5,00,000 രൂപയാണ് സമ്മാന തുക. ആദ്യമായി ലഭിക്കുന്നത് 1993 ശൂരനാട് കുഞ്ഞൻ പിള്ളയ്ക്കാണ്. അപ്പം ആദ്യമായിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നത് 1993 ശൂരനാട് കുഞ്ഞൻ പിള്ളയ്ക്കാണ്. ഇനി എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ വനിത ആരാണ്? 1995 ബാലാമണി അമ്മയ്ക്കാണ് ആദ്യമായിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നത്. ഇനി 2021 ആർക്ക് ലഭിച്ചു? P. വത്സലയ്ക്ക് ലഭിച്ചു. 2022 A. സേതുവിന് ലഭിച്ചു. 2023 SK വസന്തന് ലഭിച്ചു. അപ്പം 2021 P. വത്സല, 2022 A. സേതു, 2023 SK വസന്തൻ. ഇനി ഇവരുടെ കുറച്ച് പ്രസിദ്ധമായ കൃതികൾ നോക്കാം. P. വത്സലയുടെ ഏറ്റവും പ്രസിദ്ധമായ കൃതിയാണ് ഇത് നെല്ല്. അതുപോലെ തന്നെ കൂമൻ കൊല്ലി, ആഗ്നേയം, വേനൽ, മേൽപ്പാലം, നിഴലുറങ്ങുന്ന വഴികൾ, ഇതെല്ലാം ആരുടെയാണ്? P. വത്സലയുടെ കൃതികളാണ്. അതുപോലെ തന്നെ P. വത്സലയായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കൃതിയാണ് ചിത്രലേഖ. ചിത്രലേഖ എന്താണ്? P. വത്സലയുടെ ഏറ്റവും അവസാനത്തെ കഥാസമാഹാരത്തിൻ്റെ പേരാണ് ഇത് ചിത്രലേഖ എന്ന് പറയുന്നത്. ഇനി സേതുവിൻ്റെ കുറച്ച് കൃതികൾ നോക്കാം. പാണ്ഡവപുരം, അടയാളങ്ങൾ, സാഗ ഓഫ് മുസിറീസ്, മറുപിറവി, ചേക്കുട്ടി, കൈമുദ്രകൾ, ഇതെല്ലാം ആരുടെ കൃതികളാണ്? സേതുവിൻ്റെ കൃതികളാണ്. പാണ്ഡവപുരമുണ്ട്, അടയാളങ്ങളുണ്ട്, കൈമുദ്രകൾ, അതുപോലെ തന്നെ ചേക്കുട്ടി, മറുപിറവി, ദ സാഗ ഓഫ് മുസിറീസ്, ഇതെല്ലാം ആരുടെയാണ്? സേതുവിൻ്റെ കൃതികളാണ്. അതുപോലെ തന്നെ SK വസന്തൻ്റെ കൃതികളാണ് നമ്മൾ നടന്ന വഴികൾ, കൂടിയല്ല ജനിക്കുന്ന നേരത്തും, ഇതൊക്കെ ആരുടെയാണ്? SK വസന്തൻ്റെ കൃതികളാണ്. അടുത്തത് വയലാർ അവാർഡ്. വയലാർ അവാർഡ് ആദ്യമായി ലഭിക്കുന്നത് ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി എന്ന് പറയുന്ന കൃതിക്കാണ്. വയലാർ അവാർഡ് ആദ്യമായി ലഭിക്കുന്നത് ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി എന്ന് പറയുന്ന കൃതിക്കാണ്. ഇനി 44ാമത് വയലാർ അവാർഡ് ലഭിക്കുന്നത് 2020 44ാമത് വയലാർ അവാർഡ് ലഭിക്കുന്നത്
ഏഴാഞ്ചേരി രാമചന്ദ്രനാണ് ഒരു വെർജീനിയൻ വെയിൽക്കാലം എന്ന് പറയുന്ന കൃതിക്ക് 2021 ബെന്യാമിന് ലഭിച്ചു. അത് ഏത് കൃതിക്കാണ്? മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന് പറയുന്ന കൃതിക്ക്. 2022 എസ് ഹരീഷിന്റെ മീശയ്ക്ക്, അത് 46ാമത് വയലാർ അവാർഡായിരുന്നു. 47ാമത് 2023 47ാമത് വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം ഒരു പെൻഡുലം എന്ന് പറയുന്ന കൃതിക്കും ലഭിച്ചു. അടുത്തത് JCB പുരസ്കാരമാണ്. 25 ലക്ഷം രൂപയാണ് JCB പുരസ്കാരത്തിന്റെ സമ്മാന തുക എന്ന് പറയുന്നത്. 2021, 22, 23 ഓർത്തു വയ്ക്കുക. 2021 M മുകുന്ദന്റെ ഡൽഹി ഗാഥകൾ എന്ന് പറയുന്ന കൃതിക്കും 2022 ഖാലിദ് ജാവേദിന്റെ നിമത് ഖാന എന്ന് പറയുന്ന കൃതിക്കും 2023 പെരുമാൾ മുരുകന്റെ ആളാണ്ട പാച്ചി എന്ന് പറയുന്ന കൃതിക്കുമാണ് JCB അവാർഡ് ലഭിച്ചത്. അപ്പം JCB അവാർഡ് 2018 ബെന്യാമിന് കിട്ടുന്നുണ്ട്. ഒരു മുല്ലപ്പൂ മണമുള്ള പകലുകൾ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിന്. അപ്പോൾ 2018 ബെന്യാമിന് മുല്ലപ്പൂ മണമുള്ള പകലുകൾ എന്ന് പറയുന്ന പുസ്തകത്തിന് ലഭിച്ചു. അതുപോലെ തന്നെ 2021 M മുകുന്ദന്റെ ഡൽഹി ഗാഥകൾ, അതിന്റെ ട്രാൻസ്ലേഷന്റെ പേരാണ് ഡൽഹി എ സോളിലോഗി എന്ന് പറയുന്ന പുസ്തകത്തിനും 2022 ഖാലിദ് ജാവേദിന്റെ നിമത് ഖാന എന്ന് പറയുന്ന പുസ്തകത്തിനും 2023 പെരുമാൾ മുരുകന്റെ ആളാണ്ട പച്ചി എന്ന് പറയുന്ന പുസ്തകത്തിനും ലഭിക്കുകയുണ്ടായി. ഇനി സരസ്വതി സമ്മാൻ. സരസ്വതി സമ്മാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 12 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു മലയാളിക്ക് സരസ്വതി സമ്മാൻ ലഭിക്കുന്നത്. അപ്പോൾ സരസ്വതി സമ്മാൻ 1991 ആദ്യമായിട്ട് കൊടുത്തു തുടങ്ങിയത്. ഹരിവംശ് റായ് ബച്ചൻ, ഒരു നൂറ്റാണ്ടിന്റെ കവി എന്ന് പറയുന്ന വ്യക്തിക്കാണ് ഏത് കിട്ടിയത്? സരസ്വതി സമ്മാൻ ലഭിച്ചത്. അതും 15 ലക്ഷം രൂപയാണ്. KK ബിർള ഫൗണ്ടേഷനാണ് ഏത് അവാർഡ് കൊടുക്കുന്നത്? സരസ്വതി സമ്മാൻ കൊടുക്കുന്നത്. ഇനി ലഭിച്ച മലയാളികൾ. 1995 ബാലാമണി അമ്മയ്ക്ക് നിവേദ്യം എന്ന് പറയുന്ന പുസ്തകത്തിന് സരസ്വതി സമ്മാൻ ലഭിക്കുകയുണ്ടായി. 2005 അയ്യപ്പ പണിക്കർക്ക് അയ്യപ്പ പണിക്കരുടെ കൃതികൾ എന്ന് പറയുന്ന പുസ്തകത്തിനും 2012 സുഗതകുമാരിക്ക് മണലെഴുത്ത് എന്ന് പറയുന്ന പുസ്തകത്തിനും ലഭിക്കുകയുണ്ടായി. ഇനി 33ാമത്തെ സരസ്വതി സമ്മാനായിരുന്നു 2023 പ്രഖ്യാപിച്ചത്. അതും 12 വർഷങ്ങൾക്ക് ശേഷം ഒരു മലയാളിക്കാണ്. പ്രഭാവർമ്മയ്ക്ക് രൗദ്ര സാഹിത്യം എന്ന് പറയുന്ന കൃതിക്ക് എന്ത് ലഭിച്ചു? സരസ്വതി സമ്മാൻ ലഭിച്ചു. അപ്പം 1995 ബാലാമണി അമ്മയ്ക്ക് നിവേദ്യം എന്ന് പറയുന്ന പുസ്തകത്തിനും 2005 അയ്യപ്പ പണിക്കർക്ക് അയ്യപ്പ പണിക്കരുടെ കൃതികൾ എന്ന് പറയുന്ന പുസ്തകത്തിനും 2012 സുഗതകുമാരിക്ക് മണലെഴുത്ത് എന്ന് പറയുന്ന പുസ്തകത്തിനും ലഭിക്കുകയുണ്ടായി. ഇനി 12 വർഷങ്ങൾക്ക് ശേഷം 2023 പ്രഭാവർമ്മയ്ക്ക് രൗദ്ര സാഹിത്യം എന്ന് പറയുന്ന കൃതിക്കും എന്ത് ലഭിച്ചു? സരസ്വതി സമ്മാൻ ലഭിച്ചു. ഇനി 2022 ആർക്കായിരുന്നു? 2022 ശിവശങ്കരി എന്ന് പറയുന്ന എഴുത്തുകാരിക്ക്, തമിഴ് എഴുത്തുകാരിയാണ്. അവരുടെ സൂര്യവംശം എന്ന് പറയുന്ന കൃതിക്കാണ് എന്ത് ലഭിച്ചത്? സരസ്വതി സമ്മാൻ ലഭിച്ചത്. അടുത്തത് ജ്ഞാനപ്പാന അവാർഡ്. 2023, 24 ഓർത്തു വയ്ക്കുക. ജ്ഞാനപ്പാന അവാർഡ് 2023 മധുസൂദനൻ നായർക്കും 2024 രാധാകൃഷ്ണൻ കാക്കശ്ശേരിക്കുമാണ്. അപ്പം ജ്ഞാനപ്പാന അവാർഡ് 2023 മധുസൂദനൻ നായർക്കും 2024 രാധാകൃഷ്ണൻ കാക്കശ്ശേരിക്കുമാണ്. അടുത്തത് മാതൃഭൂമി അവാർഡ്. മാതൃഭൂമി അവാർഡ് 2022 സേതുവിനും 2023 പോൾ സക്കറിയയ്ക്കുമാണ് ലഭിച്ചത്. മാതൃഭൂമി അവാർഡ് 2022 സേതുവിനും 2023 പോൾ സക്കറിയയ്ക്കുമാണ് ലഭിച്ചത്. അടുത്തത് പത്മപ്രഭ പുരസ്കാരം. പത്മപ്രഭ പുരസ്കാരം ശ്രീകുമാരൻ്റെയും സുഭാഷിൻ്റെയും മുഖത്ത് നല്ല പ്രഭയാണ് എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ പത്മപ്രഭ ശ്രീകുമാരൻ തമ്പി 2020 2023 പിന്നെ കൊടുക്കുന്നത്. സുഭാഷ് ചന്ദ്രനും ലഭിച്ചു പത്മപ്രഭ പുരസ്കാരം. പത്മപ്രഭ പുരസ്കാരം 2020 ശ്രീകുമാരൻ തമ്പിക്കും 2023 ആർക്ക് ലഭിച്ചു? സുഭാഷ് ചന്ദ്രനും ലഭിച്ചു. തകഴി പുരസ്കാരം.
തകഴി പുരസ്കാരം 2014 ആദ്യമായിട്ട് തകഴി പുരസ്കാരം കൊടുത്തു തുടങ്ങുന്നത്. ബാലചന്ദ്രനായിരുന്നു ഫസ്റ്റ് റെസിപ്പിയന്റ് എന്ന് പറയുന്നത്. ഇനി 2022 ഡോക്ടർ എം ലീലാവതിക്കും 2023 എം മുകുന്ദനും 2024 എം കെ സാനുവിനും ലഭിച്ചു. അപ്പോൾ 2022 ഡോക്ടർ എം ലീലാവതി, 2023 എം മുകുന്ദനും 2024 എം കെ സാനുവിനും എന്ത് ലഭിച്ചു? തകഴി പുരസ്കാരം ലഭിക്കുകയുണ്ടായി. അക്കിത്തം അവാർഡ് 2020 അക്കിത്തം മരിക്കുന്നത്. അപ്പോൾ 2021 തൊട്ടാണ് അക്കിത്തം അവാർഡ് കൊടുത്തു തുടങ്ങിയത്. MT വാസുദേവൻ നായർക്കാണ് ആദ്യമായിട്ട് അക്കിത്തം അവാർഡ് ലഭിക്കുന്നത്. 2022 ശ്രീകുമാരൻ തമ്പിക്കും 2023 KT പ്രവീണിനുമാണ് എന്ത് ലഭിക്കുന്നത്? അക്കിത്തം അവാർഡ് ലഭിക്കുന്നത്. 2022 ശ്രീകുമാരൻ തമ്പിക്കും 2023 KT പ്രവീണിനുമാണ് എന്ത് ലഭിക്കുന്നത്? അക്കിത്തം അവാർഡ് ലഭിക്കുന്നത്. തകഴി പുരസ്കാരം ആർക്കായിരുന്നു? 2022 ഡോക്ടർ എം ലീലാവതിക്ക്, 2023 എം മുകുന്ദന്, 2024 എം കെ സാനുവിന്. അടുത്തത് ബഷീർ പുരസ്കാരം. 2022 ബഷീർ പുരസ്കാരം എം മുകുന്ദന്റെ നൃത്തം ചെയ്യുന്ന കുടകൾ എന്ന് പറയുന്ന കൃതിക്കായിരുന്നു. 2023 ഇ സന്തോഷ് കുമാറിന്റെ നാരകങ്ങളുടെ ഉപമ എന്ന് പറയുന്ന കൃതിക്കും ലഭിക്കുകയുണ്ടായി. അപ്പോൾ ബഷീർ പുരസ്കാരം 2022 എം മുകുന്ദന്റെ നൃത്തം ചെയ്യുന്ന കുടകൾ എന്ന് പറയുന്ന കൃതിക്കും 2023 ഇ സന്തോഷ് കുമാറിന്റെ നാരകങ്ങളുടെ ഉപമ എന്ന് പറയുന്ന കൃതിക്കും ലഭിക്കുകയുണ്ടായി. ഇനി മലയാള ഭാഷയ്ക്കുള്ള 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് EV രാമകൃഷ്ണന് മലയാള നോവലിന്റെ ദേശകാലങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിനാണ് ലഭിച്ചത്. അപ്പം മലയാള ഭാഷയ്ക്കുള്ള 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ആർക്കാണ്? EV രാമകൃഷ്ണനാണ്. മലയാള നോവലിന്റെ ദേശകാലങ്ങൾ എന്ന് പറയുന്ന കൃതിക്കാണ് അദ്ദേഹം പുരസ്കാരത്തിന് അർഹനായത്. ഇനി ബാലസാഹിത്യ പുരസ്കാരം ആർക്കാണ്? മലയാളത്തിന്റെ ബാലസാഹിത്യ പുരസ്കാരം പ്രിയ AS നാണ്. പെരുമഴയത്തെ കുഞ്ഞി തളുകൾ എന്ന് പറയുന്ന പുസ്തകത്തിനാണ് എന്ത് ബാലസാഹിത്യ പുരസ്കാരം കിട്ടിയത്. ബാലസാഹിത്യ പുരസ്കാരം ഇംഗ്ലീഷ് ആർക്കാണ്? സുധാമൂർത്തിക്കാണ്. ഗ്രാൻഡ് പാരൻസ് ബാഗ് ഓഫ് സ്റ്റോറീസ് എന്ന് പറയുന്ന പുസ്തകത്തിനാണ് ഇംഗ്ലീഷിലെ ബാലസാഹിത്യത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. ബാലസാഹിത്യം മലയാളം പ്രിയ ASന്, പെരുമഴയത്തെ കുഞ്ഞിത്തളുകൾ, അതുപോലെ തന്നെ ഇംഗ്ലീഷിലെ ബാലസാഹിത്യ പുരസ്കാരം സുധാമൂർത്തിക്ക്, ഗ്രാൻഡ് പാരൻസ് ബാഗ് ഓഫ് സ്റ്റോറീസ്. ഇനി മലയാളത്തിലെ യുവ പുരസ്കാരം ആർക്കാണ്? ഗണേഷ് പുത്തൂറിനാണ്. അച്ഛൻ്റെ അലമാര എന്ന് പറയുന്ന പുസ്തകത്തിനാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. 2023 JCB പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? 2023 JCB പുരസ്കാരം പെരുമാൾ മുരുകനാണ്. നമ്മൾ നോക്കിയ ക്വസ്റ്റ്യൻ ആണ്. ആളന്റെ പാച്ചി എന്ന് പറയുന്ന പുസ്തകത്തിനാണ് അദ്ദേഹത്തിന് JCB പുരസ്കാരം ലഭിക്കുന്നത്. 2023 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? ജോർജിയ ഗോസ്പോഡിനോവ് എന്ന് പറയുന്ന വ്യക്തിക്കാണ്. ടൈം ഷെൽട്ടർ എന്ന് പറയുന്ന ബുക്കിനാണ് 2023 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് കിട്ടിയത്. 2023 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് കിട്ടിയത് ആർക്കാണ്? ജോർജി ഗോസ്പോഡിനോവ് എന്ന് പറയുന്ന വ്യക്തിക്കാണ്. ലോങ് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു ഇന്ത്യക്കാരനുണ്ട്. ആരാണ്? പെരുമാൾ മുരുകനാണ്. പെരുമാൾ മുരുകൻ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസിന് ലോങ് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഇന്ത്യക്കാരനാണ്. ജർമ്മൻ ബുക്ക് ട്രേഡിന്റെ സമാധാന പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? സൽമാൻ റുഷ്ദിയാണ്. ജർമ്മൻ ബുക്ക് ട്രേഡിന്റെ സമാധാന പുരസ്കാരത്തിന് അർഹനായത് സൽമാൻ റുഷ്ദിയാണ്. 2023 OV വിജയൻ പുരസ്കാരം നേടിയത് PF മാത്യൂസ് ആണ്. അദ്ദേഹത്തിന്റെ മുഴക്കം എന്ന് പറയുന്ന കൃതിക്കാണ് OV വിജയൻ പുരസ്കാരം ലഭിച്ചത്. 10ാമത് OV വിജയൻ പുരസ്കാരമായിരുന്നു. ഇനി 2024 ONV സാഹിത്യ പുരസ്കാരം പ്രതിഭ റായിക്കാണ്. ONV നല്ലൊരു പ്രതിഭയായിരുന്നു എന്ന് ഓർത്തു വെക്കുക. അപ്പം 2023 ONV പുരസ്കാരം കിട്ടിയത് പ്രതിഭ റായിക്കാണ്. പ്രതിഭ റായ്.
2023 കിട്ടിയത് സി രാധാകൃഷ്ണനുമായിരുന്നു. സി രാധാകൃഷ്ണൻ. 2024 അഷിത മെമ്മോറിയൽ സാഹിത്യ പുരസ്കാരം കിട്ടിയത് സാറ ജോസഫിനും 2024 കിട്ടിയത് സുഭാഷ് ചന്ദ്രനുമാണ്. അഷിത മെമ്മോറിയൽ പുരസ്കാരം 2024 കിട്ടിയത് സാറ ജോസഫിനും 2023 കിട്ടിയത് സുഭാഷ് ചന്ദ്രനുമാണ്. 2024 മലയാറ്റൂർ ട്രസ്റ്റിന്റെ 17ാമത് മലയാറ്റൂർ പുരസ്കാരം ലഭിക്കുന്നത് സാറ ജോസഫിന്റെ എസ്തേർ എന്ന് പറയുന്ന കൃതിക്കാണ്. 2024 മലയാറ്റൂർ പുരസ്കാരം ലഭിക്കുന്നത് സാറ ജോസഫിന്റെ എസ്തേർ എന്ന് പറയുന്ന കൃതിക്കാണ്. 2023 16ാമത് മലയാറ്റൂർ പുരസ്കാരം ലഭിക്കുന്നത് ബെന്യാമിന്റെ നിശബ്ദ സഞ്ചാരങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിനായി. 2023 പത്മപ്രഭ പുരസ്കാരം കിട്ടിയത് സുഭാഷ് ചന്ദ്രനാണ്. 2023 പത്മപ്രഭ പുരസ്കാരം സുഭാഷ് ചന്ദ്രനാണ്. 2024 അക്ബർ കക്കട്ടിൽ പുരസ്കാരം കിട്ടുന്നതും സുഭാഷ് ചന്ദ്രനാണ്. അദ്ദേഹത്തിന്റെ സമുദ്രശില എന്ന് പറയുന്ന കൃതിക്കാണ് 2024 അക്ബർ കക്കട്ടിൽ പുരസ്കാരം ലഭിക്കുന്നത്. 2024 കാക്കനാടൻ സാഹിത്യ പുരസ്കാരം ലഭിക്കുന്നത് വിജി തമ്പിക്കാണ്. ഇതം പാരാമിതം എന്ന് പറയുന്ന കൃതിക്ക് 2024 കാക്കനാടൻ സാഹിത്യ പുരസ്കാരം ലഭിക്കുന്നത്. 2024 കടമനിട്ട പുരസ്കാരം ലഭിക്കുന്നത് റഫീഖ് അഹമ്മദിനാണ്. ഇനി 2023 ബുക്കർ പ്രൈസ്, നമ്മൾ നേരത്തെ പറഞ്ഞത് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ആണ് ജോർജി ഗോസ്പോഡിനോവിന് കിട്ടിയത്. 2023 ബുക്കർ പ്രൈസ് ആർക്കാണ്? പോൾ ലിഞ്ചിനാണ്. ദ പ്രോഫറ്റ് എന്ന് പറയുന്ന ബുക്കിന് പോൾ ലിഞ്ചിനാണ് 2023 ബുക്കർ പ്രൈസ് കിട്ടിയത്. ഇവിടെയും ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു ഇന്ത്യക്കാരനുണ്ട്. ആരാണ്? ചേതന മറു എന്ന് പറയുന്ന ഒരു ഇന്ത്യക്കാരി, ഇന്ത്യൻ വംശജ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ബുക്കർ പ്രൈസിന്. വെസ്റ്റേൺ ലൈൻ എന്നായിരുന്നു നോവലിന്റെ പേര്. ഇനി 2023 സാഹിത്യ നോബൽ കിട്ടിയത് ആർക്കാണ്? യോൻ ഫോസേക്കാണ്. 2023 സാഹിത്യ നോബൽ ആർക്കാണ്? യോൻ ഫോസേക്കാണ്. അപ്പോൾ സാഹിത്യ നോവൽ പുരസ്കാരം കിട്ടിയത് യോൻ ഫോസെയാണ്.